നമ്മുടെ ലൈഫ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം, ഇതെല്ലാം അതായത് നമ്മുടെ റൊട്ടീൻ, അതായത് നമ്മുടെ ഏറ്റവും പ്രൈമറി കാര്യം പ്രാണവായു, ഭക്ഷണം, ഉറക്കം, ഇതെല്ലാമാണ് ഈ ശരീരം എന്നുള്ള ഒരു സംഭവത്തിന്റെ ഏറ്റവും പ്രൈമറി കാര്യങ്ങൾ. പക്ഷെ ഇതെല്ലാം അവർ ആ ഒരു ബയോളജിക്കൽ വാറിന്റെ എക്സ്ട്രീം എത്തിക്കഴിഞ്ഞു. അതായത് നമ്മളെന്തോ ചെയ്യുന്നത് അത് ബയോളജിക്കൽ വാർ ആണെങ്കിലും നമുക്ക് അതറിയില്ല. നമ്മൾ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് കഴിഞ്ഞ ദിവസം എന്റെ അളിയന് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെള്ളം കൊടുത്തപ്പോഴേക്കും പുള്ളി കുടിച്ചിട്ട് ഇതെന്താ വെള്ളം, ആക്ച്വലി മിനറൽ മിക്സ് ആയ ഒരു ഭൂമിയുടെ അടിയിലത്തെ വെള്ളമായിരുന്നു ഞാൻ കൊടുത്തത്. പക്ഷെ അദ്ദേഹം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലോറിൻ, ഫ്ലൂറൈഡ് ഇതെല്ലാം മിക്സ് ചെയ്ത വെള്ളമാണ് വർഷങ്ങളായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൈനൽ ഗ്ലാൻഡും അതോടൊപ്പം തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡും എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ കൺസെപ്ഷൻ ആക്കി എടുത്തു. അതോടൊപ്പം നമ്മുടെ സ്കിന്നും നമ്മുടെ ശരീരവും ഓവറോൾ ബ്രെയിൻ എല്ലാ ഫങ്ഷൻസും നില്ലാവുന്ന രീതിയിൽ ആ ഒരു ഫ്ലൂറൈഡ് വാട്ടർ ആയി മാറിക്കഴിഞ്ഞു ആ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, അപ്പൊ അത് അങ്ങനെയായി. അതോടൊപ്പം തന്നെ പെസ്റ്റിസൈഡ് അല്ല നിങ്ങൾ എല്ലാം കഴിക്കുന്ന പച്ചക്കറിയിലും ഫ്രൂട്ട്സിലും എല്ലാം ഉള്ളത്. അത് ജെനറ്റിക്കലി ഫോം ആയ ഹോർമോൺ ഡിസ്റപ്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അതായത് ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലാവിധ കാര്യങ്ങൾ ഇല്ലാതായിക്കൊണ്ട് ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുക. അല്ലാതെ പെസ്റ്റിനെ നശിപ്പിക്കാൻ വേണ്ടി അടിക്കുന്നതല്ല. അത് ജസ്റ്റ് ഗവൺമെന്റിനോടും മനുഷ്യരോടും പറയുന്ന ഒരു വാക്യം മാത്രമാണ്. ആക്ച്വലി നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ്, നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസ് ഇതെല്ലാം ജെനറ്റിക്കലി മോഡിഫൈഡ് ആയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരം എല്ലാം ഫങ്ഷൻ ചെയ്യുന്നത് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിനെ ആസ്പദമാക്കി, അതോടൊപ്പം തന്നെ 70% വെള്ളത്തിനെ ആസ്പദമാക്കി. അപ്പൊ അത് രണ്ടും പൊല്യൂട്ടഡ് ആക്കി കഴിയുമ്പോൾ സക്സസ് ആയി കഴിഞ്ഞു. അതോടൊപ്പം പ്രാണവായു അല്ലെ, പ്രാണൻ അതും പൊല്യൂട്ടഡ് ആക്കി. ഹെവി മെറ്റൽസ് ആണ് നിങ്ങൾ കൺസപ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ഹോസ്പിറ്റലുണ്ട്, ആംബുലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു, മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, ഇത് തന്നെ അല്ലെ. യാതൊരുവിധ പ്യൂർ ആയിട്ടുള്ള ഒരു ഭക്ഷണം പോലും, ഒരു 0.0001% പോലും പ്യൂർ അടങ്ങിയ ഫുഡ് ഇന്ന് മാർക്കറ്റിലില്ല. ഓക്കെ, ടി വിയിൽ കാണുന്ന പരസ്യങ്ങളാണെങ്കിൽ മീഡിയ ഒരുപാട് കോടികൾക്ക് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ്സ്. പക്ഷേ അഡ്വർടൈസ്മെന്റ് പണവും അവസാനം അവർ കൊണ്ടുപോകും. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഭാവി ആ ഒരു ബാങ്ക് അറസ്റ്റ് കൊണ്ടും അതും ഇല്ലാതാവുന്നതാണ്. അതായത് സ്വന്തം ജനതയെ സ്വന്തമായിട്ട് തന്നെ അവർ വിഷം കഴിപ്പിച്ചു, അവർ പണം സമ്പാദിച്ചു, ആ പണവും അവസാനം അവർ കൊണ്ടുപോകുന്ന ഒരു കൺസെപ്റ്റ്. പക്ഷേ ഇതൊന്നും ചോദ്യം ചെയ്യാനോ തിരിച്ചറിയാനോ ഉള്ള ഒരു ബുദ്ധി, അതായത് ആ പീനൽ ഗ്ലാൻഡ് നശിപ്പിച്ചു കഴിഞ്ഞു. ആരുടെയും കുറ്റമല്ല, നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിൽ നമ്മുടെ ജുഡീഷ്യറി ആണെങ്കിൽ എല്ലാവരും ആ ഒരു വയസ്സായ ആൾക്കാരായതുകൊണ്ട് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. അപ്പൊ ഇനിയും ഇത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വരാൻ പോകുന്ന തലമുറ എല്ലാം ഇല്ലാതാവും. കാരണം അവർ ജനിക്കുമ്പോൾ മുതൽ അല്ല, ആ ഒരു അമ്മയുടെ വയറ്റിൽ മുതൽ അവർ കഴിക്കുന്ന ഫ്ലൂറൈഡ്, ക്ലോറൈഡ്, ഹെവി മെറ്റൽസ് ഇതെല്ലാമാണ്. അപ്പൊ അതോടൊപ്പം അവരുടെ ശരീരം, അവരുടെ മനസ്സ്, അവരുടെ വിഭ്രാന്തി, ഇപ്പൊ കാണുന്ന എല്ലാവിധ ക്രൈംസ് ഇതെല്ലാത്തിനും കാരണം അത് മാത്രമാണ്. പക്ഷെ ഇതൊന്നും ആർക്കും ചിന്തിക്കാനുള്ള ആ ഒരു കഴിവും ഇല്ലാതാക്കി കഴിഞ്ഞു. ഇത് തന്നെയായിരുന്നു ഒരു ബയോളജിക്കൽ വാറിന്റെ ഏറ്റവും എക്സ്ട്രീം. പക്ഷെ ആ ഒരു എക്സ്ട്രീം ഞങ്ങൾ ഇല്ലാതാക്കുന്നതാണ്.